Praise the Lord. Hallelujah. The thought that the Lord, I just want to say a little bit more about me too. I was, not only was I born and raised in Chennai, the first job I had in India was being an army officer in India. I was a major in the Indian Army. ചെന്നൈയിൽ ജനിച്ചതിൻ്റെ വിദ്യാഭ്യാസം അവിടെ എല്ലാമായിരുന്നെങ്കിലും ആർമിയിലെ മേജർ ജനറലായിട്ട് സേവനം ചെയ്യുവാൻ കർത്താവിൻ്റെ ദാസൻ ദൈവദാസൻ. I wish I became a major general. I was just a major. ഓക്കെ, ഒരു മേജർ ജനറലായിട്ട് ആഗ്രഹിച്ചെങ്കിലും മേജറായിട്ട് താൻ സർവീസിലായിരിക്കാൻ തക്കൊണ്ട് ദൈവമടിയായി. When I was in that service, I married a Malayali girl with a green card and went to the USA, and the rest is history. ഓക്കെ, സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ മലയാളി ഒരു പെൺകുട്ടിയെ ഗ്രീൻ കാർഡുള്ള ഒരു പെൺകുട്ടി വിവാഹം കഴിച്ച് അവിടത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുവാനിടയായി. God just gave me the privilege to go there and continue my higher education, and I ended up taking an MBA and a doctorate of business administration. ദൈവം അവിടെ കർത്താവിൻ്റെ ദാസനെ വീണ്ടും ഉപരിപഠനത്തിന് ഉപയോഗിക്കുകയും MBAയും ഡോക്ടറേറ്റും ഒക്കെ എടുക്കുവാൻ തക്കൊണ്ട് ദൈവം അവിടെ സഹായിച്ചു. And I've been teaching business management in a couple of universities for the past 25 years. വിവിധ യൂണിവേഴ്സിറ്റികളിലായി ബിസിനസ് മാനേജ്മെന്റിനെ പറ്റിയൊക്കെ പ്രൊഫസറായിട്ട് താൻ സേവനം ചെയ്യുന്നെന്ന് നമുക്ക് കേൾക്കുവാനിടയായി തീർന്നല്ലോ. അത് അങ്ങനെയായിരിക്കുന്നു. In addition to the GCC, I also have responsibility over Yemen. ഇത് കൂടാതെ യമൻ എന്ന രാജ്യത്തെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി താൻ പ്രത്യേകമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. I am responsible, so my area of responsibility is GCC plus Yemen, 7 countries. ഈ GCC രാജ്യങ്ങളും യമനിലുമാണ് തനിക്ക് പ്രത്യേകമായ ചുമതലയുള്ളത്. In Yemen we do not have any churches. യമനിൽ നമുക്ക് പ്രത്യേകമായി ചർച്ചുകളൊന്നുമില്ല. But by faith they have added Yemen to my portfolio. താൻ പൂർണ്ണ വിശ്വാസത്തിലായിരിക്കുന്നു. അവിടെ ദൈവത്തിന്റെ വിശ്വാസത്തിലാൽ സഭകൾ സ്ഥാപിക്കുവാൻ തക്കൊണ്ട് ഇടയായി തീരും. Whenever you remember our region and the work of the Church of God, please say a prayer for the country of Yemen. ഈ രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകമായിട്ട് യമനെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. And I also know that there are other pastors from the city who are not who are from this region who are not part of the Church of God. Welcome and thank you for your unity and how you work together for the kingdom of God in this region. ഈ മീറ്റിംഗിനകത്ത് ചർച്ച ബോർഡിലെ കൂടെ അല്ലാതെ മറ്റു പല ഡിനോമിനേഷനുള്ള ദേവദാസന്മാരിവിടെ ആയിരിക്കുന്നതിൽ വളരെ സന്തോഷം അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒന്നിച്ചുള്ളതായ സഹകരണം വീണ്ടും നമ്മുടെ പ്രവർത്തന അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. And for the limited time that we have, I want to go into the word and give you some words of encouragement. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ദൈവം ചില കാര്യങ്ങൾ പ്രസ്താവിക്കാൻ വേണ്ടി ആഗ്രഹത്തോടെ ആയിരിക്കുന്നു. I want to talk about the way maker. The way maker. വഴിയൊരുക്കുന്നവൻ. വഴിയൊരുക്കുന്നവൻ. നമുക്കാக വാസൽകളെ ആയത്തപ്പെടുത്തുന്നവർ. हमारे लिए जो है रास्ता बनाने वाला. നമുക്ക് വേണ്ടി വഴിയൊരുക്കുന്നവൻ, way maker. And I want to talk about that for a little bit. അതിനെപ്പറ്റി ചില നിമിഷങ്ങൾ സംസാരിക്കാൻ ആഗ്രഹത്തോടെ ആയിരിക്കുന്നു. I'm sure many of you have heard the song, the contemporary song, The Waymaker, in which you sing. How do you sing that? No, that's Malayalam. I'm talking about the English song. Waymaker, miracle worker, promise keeper. That is who you are. I wish I could sing that, but I'm not a good singer. However, and time is not on our side either. But just think about this. When we think about God as our waymaker, the first and the foremost thing that comes to our mind is how we people who were destined for eternity once was God has sent and made a way for us. ദൈവത്തിൻ്റെ വഴി എങ്ങനെയാണ് നമ്മൾ ഒരുക്കുന്നത്? നിത്യതയിലേക്കുള്ളതായ വഴി, നിത്യതയാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ളത്. ആ വഴി ഒരുക്കുന്നതിനെ പറ്റി ചില കാര്യങ്ങൾ ദൈവസന്നിധിയിൽ പറയാൻ വേണ്ടി ആഗ്രഹത്തോടെ ആയിരിക്കുന്നു. We were once destined to death and eternal condemnation. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ അവസാനം മരണത്തിൻ്റെ ആ ഡെത്ത് എൻഡിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ മാത്രമല്ല നിത്യനാശത്തിലേക്ക്, for eternal condemnation, we were supposed to be heading in that direction, each one of us. നിത്യനാശത്തിലേക്ക് കടന്നു പോകുവാൻ തക്കോണം ഇടയാകാതെ what the Old Testament could not do for us, പഴയ നിയമത്തിൽ സംഭവിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ in the New Testament, God the Father sent His only Son, begotten Son, Jesus Christ, into this world, so that whosoever believeth in Him will have eternal life and will not perish. പഴയ നിയമത്തിലെ ഭക്തന്മാർക്ക് ലഭിക്കാത്ത ഭാഗ്യം പുതിയ നിയമത്തിലെ കർത്താവായ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് ദൈവം തമ്പുരാൻ അയച്ച് ആ ഭാഗ്യപദവിയിലേക്ക് കർത്താവ് നമ്മളെ ആക്കുവാനിടയായി തീർന്നു. As a result, He has paved a way for us to go into heaven. Hallelujah. യേശുക്രിസ്തു സ്വർഗ്ഗത്തിലേക്ക് പിതാവിന്റെ അടുക്കലേക്ക് പോകാനുള്ള വഴി ഒരുക്കുവാൻ നമുക്ക് കാരണമായി തീർന്നു. So when I think about the way maker, our God who makes a way, the first and the foremost and the most important way that He made for us is the way to eternity. Hallelujah. Hallelujah.
ഏറ്റവും പരമപ്രധാനമായിട്ട് ക്രിസ്തു മുഖാന്തരം നമുക്ക് നിത്യത്തിലേക്ക് എത്തുവാനുള്ള വഴി ഒരുക്കിയ ആ ദൈവത്തിന് വലിയ സ്നേഹത്തിനായി സ്തോത്രം. Tonight, if you believe and if you are confident that you are on that way, would you lift your hands and praise the Lord for the way He ആമേൻ. made അങ്ങനെ for us? വിശ്വസിക്കുന്ന കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. We ഹല്ലേലൂയ. had no hope, we had no chances, but thank God for the way that He made so that we can also be with Him in eternity in the days to come. അതെ, ആ നിത്യതയിൽ നമുക്ക് അത് എത്തിച്ചേരുവാൻ തക്കവണ്ണം ആ ദൈവത്തിന്റെ വഴി ഒരുക്കി വലിയ സ്നേഹത്തിനായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിന്റെ ആ പാത പിന്തുടരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. He has saved us from the wrath of God. ആമേൻ. ദൈവത്തിന്റെ കോപത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ചു. അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുവാൻ ഒരു വഴി നമുക്ക് വേണ്ടി ഒരുക്കി. ഹല്ലേലൂയ. I thank God for the way that He's made for us to escape from the wrath of God. Our God, when we talk about way making, I will come to some of the practical ways in which He makes ways for us. But the most important than all those things is the way that He made for us to go to heaven and to escape from the wrath of God. ആ നിത്യനാശത്തിൽ നമ്മളെ വഴിതിരിച്ച് ആ നശത്തിൽ പോകാതെ വണ്ണം ആ നിത്യത്തിലേക്ക് എത്തുവാൻ തക്കവണ്ണം വഴി ഒരുക്കിയ ദൈവത്തിന്റെ വലിയ സ്നേഹം ഇന്ന് രാത്രികാലം ഓർക്കുവാൻ ദിവസം ആഗ്രഹിക്കുന്നു. Paul says that the believers will be saved from this tribulation. പൗലോസ് ഈ മഹാഉപദ്രവത്തിൽ നിന്ന്, ഈ ദൈവത്തിന്റെ ക്രോധത്തിൽ നിന്ന് we can escape because He's making a way out for us. So we are thankful to God for what God has done for us through His Son Jesus Christ. കർത്താവ് നമ്മൾ ദൈവസന്നിധിയിൽ വളരെ നന്ദിയുള്ളവരായിരിക്കാൻ തക്കവണ്ണം സ്വർഗ്ഗത്തിലെ തമ്പുരാൻ നമുക്ക് വേണ്ടി ദൈവപുത്രനെ നമുക്ക് തന്നതിൽ നമ്മൾ ഏറ്റവും നന്ദിയുള്ളവരായിരിക്കണം. And also because of this way that He made, we have peace with God. ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട്. Hallelujah. Amen. Romans 5:1 says, therefore, since we have been justified by faith, we have peace with God through our Lord Jesus Christ. റോമർലേഖനം 5-ാം ദൈവസ്നേഹത്തെ പറ്റി വളരെ വ്യക്തമായിട്ട് അവിടെ പ്രതിപാദിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. This is the peace given by Messiah. ഇത് ഈ സമാധാനം നമുക്ക് ലഭിച്ചത് കർത്താവായ യേശുക്രിസ്തു മുഖാന്തരമാകുന്നു. Peace in this context is the tranquility of the human soul. ഈ മനുഷ്യവർഗത്തിന് മുഴുവൻ ഈ സമാധാനം നൽകുവാൻ തക്കവണ്ണം യേശുക്രിസ്തു രക്ഷ നമുക്ക് കാരണമായി തീർന്നു. It means those people who were supposed to be victims of God's wrath and anger have now been saved, escaped from the blood of the Son that was shed for us. നിത്യനാശത്തിലേക്ക് പോകേണ്ട പലരും കർത്താവിന്റെ സ്നേഹത്തിന് മുൻപിൽ ഈ യേശുക്രിസ്തു മുഖാന്തരം ഈ നിത്യതയിലേക്ക് എത്തിത്തീരുവാൻ തക്കവണ്ണം കാരണമായി തീർന്നു. Therefore we are happy today. അതുകൊണ്ട് നമ്മൾ എല്ലാവരും സന്തോഷമുള്ളവരായിരിക്കാൻ, not only has He done that, He has given us access to God. അതുകൂടാതെ ദൈവത്തിന്റെ നിത്യതയിലേക്ക് എത്തുവാനുള്ള വഴി നമുക്ക് വേണ്ടി തുറന്നു തന്നു. Faith into grace, by grace. വിശ്വാസവും കൃപയും, സത്യവും കൃപയും. And if it was not for grace, where would we be today? ആ കൃപയ്ക്ക് നമ്മൾ യോഗ്യരല്ലായിരുന്നു. And He has become our high priest. മഹാപുരോഹിതനായി തീരുവാൻ തക്കവണ്ണം ദൈവം, when Jesus came into this world, He came to make a new covenant. യേശുക്രിസ്തു ഭൂമിയിൽ കടന്നു വന്ന് പഴയ നിയമ കമനെല്ലാം മാറ്റമുണ്ടായി പുതിയ നിയമ ഉടമ്പടിക്ക് വേണ്ടി താൻ കാരണമായി തീരുവാനിടയായി. And when He defeated the grave, He abolished the old covenant. കർത്താവിന്റെ ക്രൂശ് മരണത്തോടുകൂടി കല്ലറയിലെ അനുഭവത്തോടുകൂടി ആ പഴയ നിയമത്തിലെ നിബന്ധനകളെല്ലാം ആ ഉടമ്പടികളെല്ലാം മാറ്റപ്പെടുവാൻ കാരണമായി തീർന്നു. That is why we have peace, that is why we have access to God, and that is why we have all these blessings that we receive today. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് കൃപയും സമാധാനവും ആ പഴയ നിയമത്തിന്റെ പ്രമാണം വിട്ടുവാൻ നൽകിയുള്ള നിത്യത്തിലേക്ക് എത്തുവാൻ കാരണമായി തീർന്ന യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണവും ഉയർപ്പുമാകുന്നു. And it is because of this hope that we are waiting for our blessed hope, the appearing of the glory of our great God and Savior Jesus. ഈ പ്രത്യാശയും ഈ കൃപയും യേശുക്രിസ്തു മുഖാന്തരം ലഭിപ്പാൻ തക്കവണ്ണം നമുക്ക് കാരണമായി തീർന്നു. Titus chapter 2 verse 13 reminds us about it. Titus തീത്തോസിന്റെ ലേഖനം 2-ാം verse 13 reminds us that we are waiting for our blessed hope. തീത്തോസിലെ 2-ാം 13-ാം വാക്യത്തിൽ ഈ വിശ്വാസത്തിന്റെ പ്രത്യാശയെ പറ്റിയുള്ള വചനങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. The appearing of the glory of our great God and Savior Jesus Christ. ദൈവത്തിന്റെ കൃപയും സമാധാനവും പ്രത്യക്ഷപ്പെടുവാൻ തക്കവണ്ണം ആ പ്രത്യക്ഷതയിൽ നമ്മളായി തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. He makes a way when we cry out to Him in our suffering. അവൻ നമ്മുടെ കഷ്ടതയിൽ നമ്മുടെ പ്രയാസങ്ങൾ അവൻ നമ്മോടൊപ്പം തന്നെ ആയിരിക്കാനിടയായി തീർന്നു. The people of Israel in the book of Exodus chapter 3 verse 7 cried out to Him. പുറപ്പാട് പുസ്തകം 3-ാം 7-ാം വാക്യത്തിൽ
അതേ ഇസ്രായേൽ മക്കൾ പുറപ്പെടുന്നതിന് മുമ്പ് കരച്ചിൽ കേട്ടതായ ഒരു ദൈവം. And the Bible says that God says, I have seen the misery of my people in Egypt. ഞാൻ എൻ്റെ ഇസ്രായേൽ യഹോവയായ ദൈവം വിളിച്ചു പറഞ്ഞു, ഞാൻ അവരുടെ കഷ്ടത കണ്ടു എന്ന് വിളിച്ചു പറയുവാൻ I have heard them crying out to me. അവരുടെ കരച്ചിലിന്റെ നിലവിളിയുടെ ശബ്ദം ഞാൻ കേൾപ്പാനിടയായി. And he says, I am concerned about their suffering. ഞാൻ അവരെ പറ്റി കൺസേൺ ആയിരിക്കുന്നു, കൺസേൺ ആയിരിക്കുന്നു. This God has prepared a way for those people. He made a way for the people of Israel. ഈ ദൈവം ഇസ്രായേലിന്റെ ദൈവം അവർക്ക് ഒരു വഴി ഒരുക്കുവാൻ കൊണ്ടുപടിയായി തീർന്നു. He hears our cries and sees our tears. അതേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് അവരുടെ കരച്ചിലും അവരുടെ നിലവിളിയും കേട്ട് അവരെ നടത്തിയ ഒരു ദൈവം. And that's why we know in the book of Exodus chapter 14 how he split the Red Sea for them and made a way through that. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ ചെങ്കടലിനെ പിളർന്ന് അക്കരെ കടത്തിയതായ ദൈവത്തിന്റെ ആ മഹിമയുടെ മഹത്വം കാണുവാനായിട്ട് ഇടയായി തീർന്നു. അവരെ എങ്ങനെയാണ് അക്കരെ കടത്തിയത് നമുക്ക് അവർക്കും അറിയാം. The same God who did that for the people of Israel is able to do it for us today. ആ ദൈവം ഇന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ മതിയായ ദൈവമാണെന്ന് വിശ്വസിച്ചാട്ടെ. It doesn't matter that the enemy is pursuing you. അതേ, നമ്മുടെ പുറകിൽ നമ്മുടെ ശത്രുക്കൾ ഉണ്ടായെന്ന് വന്നേക്കാം. It doesn't matter that you have a Red Sea before you. നിന്റെ മുൻപിൽ ചെങ്കടൽ ഉണ്ടായെന്ന് വന്നേക്കാം. As long as God is with you, he can split the Red Sea for you. Hallelujah. നമ്മുടെ അതിന്റെ മുൻപിൽ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, ചെങ്കടലിനെ തുറക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെങ്കിൽ ആ ദൈവത്തിൽ നിന്ന് പൂർണ്ണ രാത്രികാലം നമുക്ക് ശരണപ്പെടാം. പ്രൈസ് ദി ലോർഡ്. വഴിയൊരുക്കും അവനാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവനാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലോ, വല്ലവൻ പുതുവഴി തുറന്നിടുവേ. വാതിലുകൾ പലതും അടഞ്ഞിടിലോ, വല്ലവൻ പുതുവഴി തുറന്നിടുവേ. നിനക്കാ Even in the deepest places, he can make a way for us. ആഴങ്ങളിൽ അവൻ നമുക്ക് വേണ്ടി വഴിയൊരുക്കുന്ന ദൈവമാണ്. So we know that one of the best examples of God making a way where there was no way is from the book of Exodus. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ വഴിയില്ലാത്ത സാഹചര്യങ്ങളിൽ വഴിയൊരുക്കിയ ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. The people of Israel had been through a series of events in which they witnessed God's power and protection. അതിലൂടെ ഇസ്രായേൽ മക്കൾ ദൈവത്തിന്റെ വലിയ ശക്തിയും പരിപാലനവും കാണുവാനായിട്ട് സാധിച്ചു. They had experienced that because of the plagues, the first Passover, and finally their delivery from Egypt. അവരുടെ ഇസ്രായേലിൽ നിന്നുള്ളതായ ഈജിപ്തിൽ നിന്നുള്ളതായ വിടുതലിന്റെ
ആ പെസഹ ആചരിച്ച അനുഭവങ്ങൾ, ആ പാസ് ഓവറിന്റെ അനുഭവങ്ങളൊക്കെയും ദൈവത്തിന്റെ ശക്തിയൊക്കെയും മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവം അവർക്ക് കരുണ നൽകുവാൻ ഇടയായി തീർന്നു. But then just as they thought that they were free home, Pharaoh's army was chasing them. We know that story. അവരൊരു പക്ഷേ അവരുടെ ഫറവോന്റെ സൈന്യങ്ങൾ പിന്നിൽ വന്നപ്പോൾ അവർ ഫ്രീ ആയോ എന്ന് ചിന്തിച്ച സാഹചര്യങ്ങളിൽ ഫറവോന്റെ സൈന്യങ്ങൾ അവരെ പിന്തുടരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. These people of Israel forgot how God had sent the plagues. ബാധകളെ അയച്ച് അവരെ വിടുവിച്ചു, മറ്റനേക വഴികളിൽ കൂടി ദൈവം അവരെ വിടുവിച്ചു. എന്നാൽ ഇതെല്ലാം മറന്നു പോയിട്ട് ചെങ്കടലിന് മുമ്പിൽ വന്നപ്പോൾ അവരെന്താണ് ചെയ്യുന്നത്? ദൈവത്തോട് പെറുപെറുക്കുകയാണ്. എന്താണ് അവർ ചോദിക്കുന്നത്? നീ മിസ്രയീമിൽ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന എന്തിനാ? ഇതിൽ നല്ല എന്തായിരുന്നു? അവിടെ കടന്ന് മരിക്കുന്നതായിരുന്നു. This is what they were saying. Hallelujah. അവരുടെ പെറുപെറുപ്പെ murmuring. But Moses, who trusted in the God who had promised to deliver them, God had promised to deliver them. നടത്തിയ മോശ യഹോവയായ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവരെ വഴി നടത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. We are like the people of Israel sometimes. നമ്മൾ ചില വർഷങ്ങൾ ചിലപ്പോൾ ഈ പഴയ നിയമ ഇസ്രായേലിനെ പോലെ അതുപോലെ ഒരു പക്ഷേ ആയിരുന്നേക്കാം. Many times we forget what God has done for us in the past. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത പല നന്മകളും പലപ്പോഴും നമ്മൾ മറന്നുപോയേക്കാം. All we remember is the main problems that stand before us. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നങ്ങൾ മാത്രം നമ്മൾ മുന്നിൽ കണ്ട് പിറുപിറുക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. These problems are too big and magnanimous and humongous for us. ഒരു പക്ഷേ ആ മുന്നിൽ കാണുന്ന പ്രശ്നങ്ങൾ വളരെയധികം പ്രയാസമേറിയതായെന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. But God wants us to remember the ways in which He led us. പക്ഷേ ദൈവം തമ്പുരാൻ നമ്മളെ നടത്തിയ വഴികൾ, നമ്മളെ പുറകോട്ട് നമ്മൾ ചിന്തിപ്പാൻ തക്കവണ്ണം നടത്തിയ വഴികളെ ഓർപ്പാനിടയായി തീരണം. When you are faced with problems in your life, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ don't forget who called you. മറന്നു പോകല്ലേ ആരാണ് നമ്മളെ വിളിച്ചിറക്കിയതെന്ന് മറന്നു പോകല്ലേ. He who called us is faithful. അവൻ നമ്മളെ വിശ്വാസത്തോടെ വിളിച്ചിറക്കി. He is faithful. അവൻ ആ വിശ്വാസത്തിൽ നിൽപ്പാൻ തക്കവണ്ണം അവൻ വിശ്വസ്തനാണ്. Hallelujah. And He will lead us in the days ahead. ആ ദൈവം നമ്മളെ മുന്നോട്ട് നടത്തുവാൻ വിശ്വസ്തനാകുന്നു. The one who led us in the past can lead us into the future. അതെ, പിന്നിൽ കടന്നവനെ മുന്നിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം കഴിവുള്ള ശക്തനായ ദൈവം. Because Jesus Christ the same yesterday, today and forever. യേശുക്രിസ്തു ഇന്നും എന്നേക്കുവാൻ He never changes. His promises never changes. കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രോമിസ് ഒരിക്കലും ചേഞ്ച് ആകത്തില്ല, വാഗ്ദത്തങ്ങൾ മാറ്റമാകത്തില്ല. Therefore we have to continue to keep our trust in Him. അതുകൊണ്ട് നമ്മൾ വിശ്വസ്തരായിട്ട് വിശ്വസ്തയോടെ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിടാ. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിടാ. വരികയില്ല അവനെന്നെ പിരികയില്ല. വഴി ഒരുക്കുന്ന ദൈവം വ്യത്യസ്തമായുള്ള ഏത് സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോയാലും, ഒരു സാഹചര്യവും ഒരു കണ്ടീഷൻസും ഒരു ജിയോഗ്രാഫിക് ലൊക്കേഷൻസും നമ്മുടെ ദൈവത്തിന് വഴി തുറക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ഒരു വഴി തുറക്കുവാൻ തക്കവണ്ണം ഒരു തടസ്സമല്ല. Hallelujah. It doesn't matter which part of the world, it doesn't matter what kind of situations it is. ഏത് വഴിയിലും ഏത് സാഹചര്യത്തിലും absolutely വഴി തുറക്കുവാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. കരങ്ങളിലൂടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. Hallelujah. 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 ചിലപ്പോഴൊക്കെ
ഈ പരിശുദ്ധാത്മാവിന്റെ ആ ഒരു പുഷ് വരുമ്പോണ്ടല്ലോ മലയാളം കുറച്ചൊക്കെ കൂടുതൽ നല്ലപോലെ വരും. സോ ദേവദാസന് ഒരു പക്ഷേങ്കിൽ എപ്പോഴും ഇവിടുത്തെ ഈ അന്തരീക്ഷത്തിൽ ചെയ്യാത്തത് കൊണ്ടാണ്. എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം, പക്ഷേ എല്ലാവർക്കും പരിഭാഷപ്പെടുത്താൻ പറഞ്ഞാൽ ചിലപ്പോൾ ആ ഫ്ലോ കിട്ടത്തില്ല. ഞാനും ഇതുപോലെ നല്ലപോലെ 10-30 വർഷമായിട്ട് ട്രാൻസ്ലേഷനൊക്കെ ചെയ്യുമായിരുന്നു. കുറച്ച് നാൾ ചെയ്യാതിരിക്കുമ്പോൾ പിന്നെ കയറിയിരിക്കുമ്പോൾ പപ്പ അടിക്കും ഞാൻ. That kind of, always because of lack of experience. But I want to say thank you, Pastor, for helping me. It takes a lot of guts to come up and say I'm going to translate. So thank you for that too. What I wanted to say is, I don't know what kind of Red Sea you are facing today. ഏത് തരത്തിലുള്ളതായ ചെങ്കടലിന്റെ സമമായ വിഷയങ്ങളാണ് നമ്മൾ I don't know what kind of Red Sea you are facing in your life. ഏത് തരത്തിലുള്ളതായ ചെങ്കടലിലെ പ്രതിസന്ധിയാണ് ഞാനും നിങ്ങളും പ്രതിസന്ധിയിലായി അഭിമുഖീകരിക്കുന്നത്. It doesn't matter what kind of Red Sea it is. ഏത് ചെങ്കടലിന്റെ സമമായ വിഷയമായിരുന്നാലും, the God who created the universe, ഈ ലോകത്തെ സൃഷ്ടിച്ചവനായ ദൈവം, He is the Lord of all the oceans, എല്ലാ സമുദ്രങ്ങളുടെയും മേലായ ദൈവം, He is the Lord of all the rivers, എല്ലാ നദികളുടെയും എല്ലാ സമുദ്രങ്ങളുടെയും Lord of all the mountains. എല്ലാ പർവ്വതങ്ങളുടെയും മേലായ ദൈവം. No mountains are too big for Him to move. ഏത് പർവ്വതങ്ങൾ ഉയർന്നിരുന്നാലും അതിൽ ഏറ്റവും വലുതായിരുന്നാലും, no rivers are too deep for Him not to pass through. അവന് ഒരു നദിയും ഒരു പർവ്വതവും ഒരു മലയും വലിയ പ്രതിസന്ധിയല്ല. Therefore it doesn't matter what your problems are. അതുകൊണ്ട് നമ്മുടെ വിഷയങ്ങൾ ഏതായിരുന്നാലും അത് വിഷയമായി തീരുവാനിടയായി. Bring it to the waymaker. ആ വഴിയൊരുക്കുന്നവരുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. He is willing. അവൻ ആഗ്രഹിക്കുന്നു. He is able. അവൻ കഴിവുള്ളവനാകുന്നു. And He wants to make a way for you. അവൻ നിശ്ചയമായിട്ട് തുറക്കുവാൻ ആഗ്രഹത്തോടെ ആയിരിക്കുന്നു. If you go back and ask Daniel, if in the book of Daniel chapter 3 verse 25, we know all this, how the 3 Hebrew boys were thrown into the fire. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം 15-ാം വാക്യത്തിലെ യഹൂദ 3 ബാലന്മാർ തീച്ചുളയിലൂടെ കടന്നുപോയ അനുഭവം നമുക്കറിയാം. In the first instance we learned about how God made a way through the Red Sea and the people walked through dry land. ആദ്യമായിട്ട് നമ്മൾ ചിന്തിച്ചു ചെങ്കടൽ പിളർന്ന് ചെങ്കൽപ്പാറയിലൂടെ എങ്ങനെയാണ് ഇസ്രായേൽ മക്കൾ അക്കരെ കടന്നതെന്ന്. So now we're going to study about how God made a way through the fiery furnace. വീണ്ടും നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് തീയിലൂടെ വഴിയൊരുക്കുന്ന ദൈവത്തിന്റെ പദ്ധതികൾ. It doesn't matter, brothers and sisters, these 3 Hebrew boys did nothing wrong in their life to be thrown into the fire. പ്രിയ സഹോദരി സഹോദരന്മാരെ, യഹൂദ 3 ബാലന്മാർ അവർ ജീവിതത്തിൽ തെറ്റുകളൊന്നും ചെയ്തിട്ടല്ല. But for their faith they were thrown into the fire. അവരുടെ വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടി അവരെ തീയിലേക്ക് ഇറക്കുവാൻ ഇടയായി തീർന്നു. It doesn't matter that the heat of the fire was turned up 7 times. 7 മടങ്ങ് ശക്തി വർദ്ധിപ്പിച്ച തീജ്വാലയായിരുന്നാലും, and the people who came to throw them into the fiery furnace were burnt themselves. അവരെ തീയിലിടാൻ വേണ്ടി കൊണ്ടുവന്നവർ തീയിൽപ്പെട്ട് അവർ ചൂടിനാൽ അവർ നശിച്ചു പോയെങ്കിലും, He can make a way through the fire by being the 4th person that comes with you. Hallelujah. ആ തീയിലും 4-ാമനായിട്ട് ഇറങ്ങി വന്ന് വഴിയൊരുക്കുവാൻ കഴിവുള്ള ഒരു വ്യക്തിയെയാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്. Nebuchadnezzar and the people thought there is no way out for them. നെബൂഖദ്നേസറും അവന്റെ ആഭിചാരന്മാരും വിചാരിച്ചു ഒരുപക്ഷെ ഒരിക്കലും ഇവർ പുറത്തു വരികയില്ല എന്ന്. But there was the 4th one who came and made a way with them. Hallelujah. 4-ാമനായ ഒരുവൻ ഇറങ്ങി വന്ന് വഴിയൊരുക്കിയ അനുഭവം. And the Bible says that they were not even smelling smoke on their bodies. ഈവൻ അവരുടെ ശരീരത്തിന് മേൽ തീയുടെ ഒരു പുകയുടെ സ്മെല്ല് പോലും ഏൽക്കാൻ തക്കണം ഇടയായില്ല. If the world thinks that there is no way out for you, ലോകം മറ്റൊരു വഴി നമുക്കില്ല എന്ന് പറഞ്ഞാൽ തന്നെയും, and if the world keep on keeping more para ലോകം നമുക്ക് പിന്നിൽ ഏത് പാറ വെച്ചാലും, it doesn't matter what kind of para it is, because there is a God who is greater than all that for us. ഏത് തരത്തിലുള്ള പാറയാണെങ്കിലും വലിയവനായ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒന്നും നമ്മളെ ഏശുകയില്ല. Your fiery furnace may be your job situation. ഒരുപക്ഷേ തീക്ക് സമാനമായ തീജ്വാലയ്ക്ക് സമമായ ജോലിയുടെ അനുഭവമായിരിക്കാം. Maybe it is a health problem. Maybe നിങ്ങളുടെ ആരോഗ്യപരമായിട്ട് ഏതെങ്കിലും വിഷയമായിരിക്കാം. Maybe it's a family problem. ഏതെങ്കിലും കുടുംബപരമായ വിഷയങ്ങളായിരുന്നേക്കാം. It doesn't matter. No fire is too hot for my God. ദൈവത്തിന്റെ സന്നിധിയിൽ എത്ര തീജ്വാല ഉറ്റതിരുന്നാലും ദൈവസന്നിധിയിൽ സാരമില്ല. He will come down with you. 4-ാമനായി ഇറങ്ങി വരുന്നവൻ, നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്നവൻ, He will walk with you. നമ്മളോടൊപ്പം നടക്കുന്നവൻ, and He will walk you out of the fire. ആ തീജ്വാലയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ളവനായ ദൈവം. He will bring you out of that fiery situation. ഏത് തീജ്വാലയുടെ സമമായ അനുഭവത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ളവനായ ഒരു ദൈവം. Therefore, in all the unexpected, illogical ways, God can come and deliver you. ഏത് അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളിലും നമ്മളെ പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ളവനായ ഒരു ദൈവം. I was when you study about the Bible, about Elijah, you know how the ravens was the focus of Elijah. എലീജയുടെ അനുഭവത്തില് നമുക്ക് when he was in the brook, Kerith തോട്ടിലായിരുന്നപ്പോൾ, during a time of separation and preparation, we know that the ravens came there to help him.
അതേ എലീജയുടെ അനുഭവം നമുക്കറിയാം. കാക്കയെ കൊണ്ട് ഭക്ഷണം കൊടുക്കാൻ നൽകി പരിപാലിച്ചതായ ദൈവം. Something that humanly we cannot even think about. ഒരു മനുഷ്യമായ നിലവാരത്തിൽ നമുക്ക് ചിന്തിച്ചാൽ അസാധ്യമായി തോന്നിയേക്കാം. Because we know that the ravens have a habit of not giving anything but taking everything. അതേ കാക്കകൾക്ക് കൊടുക്കുന്ന ശീലമില്ല, കിട്ടുന്നത് കൈ പിടിച്ചുകൊണ്ട് പോകുന്ന ശീലമാണ് അവർക്ക്. I don't want to get into the background, but just remember Elijah told King Ahab that the Lord was sending a drought into the country. ആഹാബിന്റെ മുമ്പിൽ കടന്ന ദേശത്ത് വരാൻ പോകുന്നതായ ആ വരൾച്ചയെ പറ്റിയുള്ളതായ ആഹ്വാനം ചെയ്യുമ്പോൾ, and he tells Elijah that I will give you water from the brook and the ravens will give you food. അവിടെ യഹോവയായ ദൈവം പറയുന്നു, കെരീത്ത് തോട്ടിൽ നിനക്ക് കുടിപ്പാനുള്ള വെള്ളവും കാക്കയെ കൊണ്ട് ഭക്ഷണം തരുവാൻ മതിയായ ദൈവം. Just imagine, time and again Elijah set the example of loyal obedience to God our Father. എലീജയുടെ ജീവിതത്തിൽ കാണിക്കുന്നതായ ലോയാലിറ്റി, ദൈവവുമായിട്ടുള്ള ലോയാലിറ്റിയും അനുസരണത്തെ പറ്റി അവിടെ കാണുവാനായിട്ട് സാധിക്കും. It might seem like a very strange story to you. ഒരു വളരെ പ്രത്യേകമായ ഒരു കഥ പറയുവാൻ ആഗ്രഹിക്കുന്നു. No, it makes sense that Elijah's story is a very strange story. ഒരുപക്ഷേ എലീജയുടെ കഥ നമുക്കൊരു അപരിചിതമായ കഥയായിട്ട് നമുക്ക് തോന്നിയേക്കാം. Why does God feed Elijah through a raven? എന്തുകൊണ്ടാണ് യഹോവയായ ദൈവം കാക്കയെ കൊണ്ട് എലീജയെ പോഷിപ്പിച്ചത്? Our God could have used any means to feed Elijah. നമ്മുടെ ദൈവത്തിന് ഏതിനെ കൊണ്ടും ഫീഡ് ചെയ്യിപ്പാൻ തക്കൊണ്ട് കഴിയും. But I think he intentionally chose ravens. കർത്താവ് യഹോവയായ ദൈവം പ്രത്യേകമായിട്ട് ഇന്റൻഷനലി ആയിട്ടാണ് ഈ കാക്കയെ തെരഞ്ഞെടുത്തത്. Because a raven is not a dependable bird. അതേ, കാക്ക ഒരു ഡിപ്പെൻഡബിൾ ആയിട്ടുള്ളതായ ഒരു ബേർഡ് അല്ല. We see in the story of Noah, what did he do? He sent a raven. It kept flying back and forth. നോഹയുടെ ജലപ്രളയ കാലത്തിൽ കൂട് തുറന്ന് പുറത്തുവിട്ടതായ പ്രാവ് പോവുകയും വരികയും ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. Not the prav, the raven first. Yes, Pastor, the raven. കാക്ക. So the raven was sent, but it had no brains. It did nothing. But then he had to go and send a dove. So that was second time. So we know that if God had chosen doves or robins or any other bird to perform this twice daily, turn down service, some kind of brilliant brainiac ornithologist, people who study birds, could have come up with a scientific hypothesis describing how birds of that type may be capable of pinpointing a singular location day after day. That's a too long thing, Pastor, so don't worry about it. They got it. Okay. However, he chose a bunch of ravens. എന്ന് പറഞ്ഞാൽ മറ്റെന്തെങ്കിലും പക്ഷികളെ ഉപയോഗിച്ചിരുന്നെങ്കിൽ പക്ഷികളുടെ ശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കുന്നവർ പറഞ്ഞേനെ ഈ പക്ഷിക്ക് ഇതുപോലെ ആ കറക്റ്റ് ലൊക്കേഷൻ മനസ്സിലാക്കി 2 പ്രാവശ്യം വരാനുള്ള കഴിവുള്ള പക്ഷിയാണ്, അതുകൊണ്ട് ചെയ്തതല്ല, തമ്പുരാൻ്റെ ഒരു പ്രത്യേക ഒരു കരുതലൊന്നും അല്ലെന്ന് പറഞ്ഞേനെ. അതുകൊണ്ടാണ് ഈ കാക്കയെ തമ്പുരാൻ തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. ഈ മനുഷ്യന്റെ ഇതുപോലത്തുള്ള കാര്യങ്ങൾ ഭാവിയിൽ വരുമെന്ന് അറിഞ്ഞുകൊണ്ടാണ്. So many times our God does not choose to work in rational ways, so that without a shadow of doubt we can know that it has to be God who worked for us. ദൈവപ്രവൃത്തി പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ അപ്രതീക്ഷിതമായ നിലവാരത്തിലുള്ള ദൈവപ്രവൃത്തിയാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിന് തെരഞ്ഞെടുപ്പ് അപ്രകാരമുള്ളതായിരിക്കും. Every miracle that God does has defied science or human logic. എല്ലാവിധമായ അത്ഭുതങ്ങളുടെ പിന്നിൽ കർത്താവ് പ്രത്യേകമായി ഡിഫൈൻ ചെയ്തുകൊണ്ട് അത് തിരിച്ച് അത് പ്രവർത്തിക്കുന്നതായ ഒരു പ്രവൃത്തി കാണുവാനായിട്ട് സാധിക്കും. That's why when we face problems in our life, the most unexpected way, the most unsuspecting way in which God will do things for us. നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടും പ്രതീക്ഷിക്കാത്ത നിലവാരത്തിലുള്ള പ്രതിസന്ധികളുടെ മുമ്പിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം കഴിവുള്ളവനായ ഒരു ദൈവം. When you go back and think about so many other people, how in different situations God helped them, you know that our God is a God with whom there is nothing impossible. സകലവും സാധ്യമാക്കാൻ കഴിവുള്ള ഒരു ദൈവം വിവിധ രീതിയിൽ പരിശുദ്ധ വേദപുസ്തകത്തിലൂടെ പലരെ ഉപയോഗിച്ചായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. So we know that God is able to do great things for us and make a way where there seems to be no way. നമ്മുടെ ദൈവം വഴിയില്ലാത്ത ഇടത്ത് വഴി തുറക്കുവാൻ കഴിവുള്ള ഒരു ദൈവമാകുന്നു. And some of you may say, I always remember about a few suddenlies in the Bible. ചില പെട്ടെന്നുണ്ടായിട്ടുള്ള സംഭവങ്ങൾ. So these things, if you go back and think about what happened to Peter and Peter in the book of Acts in the beginning when he was in prison. അപ്പോസ്തലനായ പത്രോസും ശീലാസും കാരാഗൃഹത്തിൽ കിടന്നതായ സംഭവം. Before that, in Acts 12, you read about how Peter was himself in the prison. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായത്തിൽ
അവിടെ അവർ എങ്ങനെയാണ് ജയിലിൽ കിടന്നതായ സംഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. An angel of the Lord suddenly appeared. പെട്ടെന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങി. Brothers and sisters, sometimes you would say, Pastor, I have been praying for this for such a long time. But if you can pray and ask the Lord, He can send us suddenly into your life. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പലപ്പോഴും നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ ഒരുപക്ഷെ അതിന് താമസം വന്നു വന്നേക്കാം. പക്ഷെ ദൈവം സ്വർഗ്ഗത്തിലെ തമ്പുരാൻ പെട്ടെന്ന് ചില പ്രവൃത്തികൾ നൽകുവാൻ കൊണ്ടിടയായിത്തീരും, ദൂതനെ അയച്ച് വിടുവിപ്പാൻ ഇടയായിത്തീരും. In this case, there suddenly appeared to Peter an angel while he was in prison, but it was preceded by prayer as the church was praying for his release. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടം മുറിക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദൂതൻ പത്രോസിന്റെ കാരാഗൃഹത്തിൽ ഇറങ്ങിയതായിട്ട് നമുക്ക് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. Whatever be your problems and situations, keep on praying. നിങ്ങൾ ഏത് തരത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആണെങ്കിലും പ്രാർത്ഥനയിൽ മുന്നേറുവാൻ ആഹ്വാനം ചെയ്യുന്നു. ഒരു പക്ഷെങ്കിൽ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ഒരു പക്ഷെങ്കിൽ ചിന്തിച്ചേക്കാം, കർത്താവേ, എൻ്റെ കുഞ്ഞിനെ എന്നാണോ നീ തൊടുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്യുക, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ ആരാധനയ്ക്ക് കൊണ്ടുവരിക. എന്നാണ് ആ സഡൻലി മൊമെന്റിൽ തമ്പുരാൻ തൊടാൻ പോകുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. വിശ്വാസത്തിൽ മടുത്തു പോകരുത്, പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. കീപ് ഓൺ പ്രേയിങ്. നമുക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. That suddenly moment may happen anytime. He could suddenly send an angel and change your situation. Hallelujah. പെട്ടെന്ന് ദൂതന്മാരെ അയച്ചു വിടുവിപ്പാൻ തക്കവണ്ണം കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങൾ ആരാധിക്കുന്നത്. Acts chapter 16 talks about Paul and Silas while they were praying and singing hymns of praise to God. അപ്പോസ്തല പ്രവൃത്തിയുടെ 16-ാം അധ്യായത്തിൽ പൗലോസിന്റെ ശീലാസിന്റെ അനുഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. They thought there was no way out. അവർ വിചാരിച്ചു ഒരുപക്ഷേ ഒരിക്കലും വഴി തുറക്കുകയില്ല എന്ന്. But you keep on praising and singing. എന്നാൽ പാടുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ, പാടുകയും ആരാധിക്കുകയും ചെയ്തപ്പോൾ നിങ്ങളുടെ ആരാധനയുടെ മധ്യത്തിൽ പെട്ടെന്ന് ഒരു ഭൂമികുലുക്കം, ഇതുവരെയും നടക്കാത്തൊരു ഭൂമികുലുക്കം ഉണ്ടായി. നിങ്ങൾക്ക് വഴി തുറക്കുവാൻ തക്കവണ്ണം ശക്തനാണ് നമ്മുടെ ദൈവം. Hallelujah. Suddenly there could be a great earthquake that could happen, which also had praise and worship. ഒരു ആരാധന നടന്നപ്പോൾ പെട്ടെന്ന് ഒരു ഭൂകമ്പം ഉണ്ടായി. പൗലോസിനും ശീലാസിനും പുറത്തു വരുവാൻ തക്കവണ്ണം കാരണമായി തീർന്നു. Praise is a weapon that will bring glory to God in any situation. ആരാധന ഒരു ആയുധമാകുന്നു കർത്താവിന്റെ സന്നിധിയിലേക്ക് വഴി തുറക്കുവാൻ തക്കവണ്ണം. So we know that God can do great things for us. നമുക്കറിയാം നമ്മുടെ കർത്താവ് വലിയവ ചെയ്യുവാൻ കഴിവുള്ള ദൈവമാകുന്നു. Sometimes the storm may come suddenly, like the storm came to the disciples when they were in their boat. അതെ, പടകിന്മേൽ യാത്ര ചെയ്തുകൊണ്ടിരുമ്പോൾ പെട്ടെന്ന് കാറ്റുകൾ കടന്നു വന്ന് അതെ പടകിനെ അലച്ചുണ്ടായേക്കാം. And you may have thought there is no way. അപ്പോൾ നമ്മൾ ചിന്തിച്ചേക്കാം, ഇനി ഒരു വഴി ഇല്ലയോ, ഇതോട് തീർന്നോ എന്ന് ചിന്തിച്ചേക്കാം. Jesus is with us in our boat. In our boat he is with us. പടകിൽ അവൻ നമ്മുടെ കൂടെ he is so near to us. അവൻ വളരെ അടുത്തായിരുന്നു. he cares for you. അവൻ ടച്ച് ചെയ്യുന്ന ഒരു ദൈവം. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യും? പ്രകൃതിയെ സൃഷ്ടിച്ചവൻ കടലെ ശാന്തമാകുക, കാറ്റ് അടങ്ങുക എന്ന് പറയുവാൻ തക്കവണ്ണം നമ്മളെ ഏത് സാഹചര്യത്തിലും ദൈവം ഒരു വഴി തുറക്കുവാൻ തക്കവണ്ണം ശക്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എൻ്റെ വചനത്തെ ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യുമ്പോൾ there are many other examples I wanted to share. പക്ഷേ thank you pastor. ഈ ദൈവവചന ശുശ്രൂഷ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. ഏതൊക്കെ സാഹചര്യങ്ങൾ നിങ്ങൾ കടന്നു പോയാലും ഇറ്റ് ഡസന്റ് മാറ്റർ. നമ്മൾ സകല വഴികളും അടഞ്ഞു എന്ന് തോന്നുമ്പോൾ പ്രതീക്ഷിക്കാത്തൊരു പുതിയ വഴി, എവിടുന്നോ ഒരു വഴി, പരിചയമില്ലാത്ത ഒരാളുടെ ഫോൺ കോള്, പരിചയമില്ലാത്ത ഒരാൾ പറയുന്നു നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ ഓപ്പണിങ്, ഒരു ജോലി, ഒരു പുതിയ കല്യാണ ആലോചന, കുഞ്ഞുങ്ങളുടെ കാര്യത്തിന് വേണ്ടി ഒരു അഡ്മിഷൻ. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴികളിൽ നിന്ന്, പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് നിന്ന്, പ്രതീക്ഷിക്കാത്ത വ്യക്തിത്വങ്ങളിൽ നിന്ന് ഒരു പക്ഷേ നിങ്ങളുടെ ശത്രുക്കളെ പോലും നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ തക്കവണ്ണം കഴിയും. ഹല്ലേലൂയ. നിങ്ങളുടെ നാശം നോക്കി നിൽക്കുന്ന മനുഷ്യരുടെ മുൻപിൽ നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കുവാൻ കർത്താവിന്റെ ദൈവത്തെ കൊണ്ട് സാധിക്കും. പൗലോസ് മാൾത്ത ദ്വീപിലായിരുന്നപ്പോൾ പൗലോസ് ഇതാ പെടഞ്ഞ് വീഴുമെന്നും പറഞ്ഞ് നോക്കിക്കൊണ്ടിരുന്നവരുടെ മുൻപിൽ അവനെ ദൈവമെന്ന് അവർക്ക് തോന്നുമാർ ദൈവത്തിന് വഴി തുറക്കുവാൻ തക്കവണ്ണം സാധിപ്പിച്ചു. കടിക്കേണ്ടി അണലിയെ കൊണ്ട് ആ ജനങ്ങളുടെ മുൻപിൽ ദൈവം ഒരു പുതിയ വഴി തുറന്ന മുഖാന്തരം പൗലോസിന് ചില മാസക്കാലം അവിടെ താമസിച്ച് പ്രവർത്തിക്കുവാനിടയായി. പ്രവർത്തന മണ്ഡലത്തിലാണോ നിങ്ങൾക്ക് പ്രശ്നമുള്ളത്? ഒരു പുതിയ വഴി തുറക്കുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവം ശക്തനാണ്. ദൈവമക്കളെ, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയട്ടെ, സൗദി അറേബ്യയിൽ നിങ്ങൾക്കൊരു ദൈവം നല്ലൊരു അവസ്ഥ
ഉപയോഗിക്കുവാൻ തക്കവണ്ണം കഴിയും. ഹല്ലേലൂയ. നിങ്ങളുടെ നാശം നോക്കി നിൽക്കുന്ന മനുഷ്യരുടെ മുൻപിൽ നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കുവാൻ കർത്താവിൻ്റെ ദൈവത്തെ കൊണ്ട് സാധിക്കും. പൗലോസ് മാൾത്ത ദ്വീപിലായിരുന്നപ്പോൾ പൗലോസ് ഇതാ പെടഞ്ഞ് വീഴുമെന്നും പറഞ്ഞ് നോക്കിക്കൊണ്ടിരുന്നവരുടെ മുൻപിൽ അവനെ ദൈവമെന്ന് അവർക്ക് തോന്നുമാർ ദൈവത്തിന് വഴി തുറക്കുവാൻ തക്കവണ്ണം സാധിപ്പിച്ചു. കടിക്കേണ്ടി അണലിയെ കൊണ്ട് ആ ജനങ്ങളുടെ മുൻപിൽ ദൈവം ഒരു പുതിയ വഴി തുറന്ന മുഖാന്തരം പൗലോസിന് ചില മാസക്കാലം അവിടെ താമസിച്ച് പ്രവർത്തിക്കുവാനിടയായി. പ്രവർത്തന മണ്ഡലത്തിലാണോ നിങ്ങൾക്ക് പ്രശ്നമുള്ളത്? ഒരു പുതിയ വഴി തുറക്കുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവം ശക്തനാണ്. ദൈവമക്കളെ, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയട്ടെ, സൗദി അറേബ്യയിൽ നിങ്ങൾക്കൊരു ദൈവം നല്ലൊരു അവസരം തന്നിട്ടുണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ തക്കോണം. നമ്മുടെ ബഹുമാനി ഓവർസിയർ പറഞ്ഞതുപോലെ കാലങ്ങൾ മാറി, അവസരങ്ങൾ നിങ്ങൾക്ക് വർദ്ധിച്ചിരിക്കുന്നു. ഈ അവസരങ്ങൾ നാം ഉപയോഗിച്ചുകൊണ്ട് കർത്താവ് ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോടുകൂടി മറ്റുള്ളവരോടുകൂടി കർത്താവിനെ കുറിച്ച് പറയുവാൻ, മറ്റുള്ളവരോടുകൂടി കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അറിയിക്കുവാൻ, മറ്റുള്ളവരെ കൂടെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ, വഴിയില്ലെന്നും പറഞ്ഞ് വഴി മുട്ടി നടക്കുന്നവരോട് വഴി കാണിക്കാം, വന്നാട്ടെ നമ്മുടെ കൂടെ എന്നും പറഞ്ഞ് വഴികാട്ടിയായ ദൈവത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ ഈ വഴി കാണിക്കുന്ന ഈ വേ മേക്കറിൻ്റെ അടുത്തേക്ക് നമുക്ക് കൊണ്ടുവരാൻ ഈ നാളിൽ ദൈവം സഹായിക്കട്ടെ. ഒരുമിച്ച് കർത്താവിന് വേണ്ടി ഈ ദേശത്ത് നിൽക്കാം. ദൈവം വൻ കാര്യങ്ങളെ ചെയ്യുമാറാകട്ടെ. താങ്ക് യു വെരി മച്ച് പാസ്റ്റർ. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. ഉന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ല മാറിയിടുമേ. ഉന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ല മാറിയിടുമേ. കുരുടനു കാഴ്ച, ചെകിടനു കേൾവിയും, ഊമരും മുടന്തരും കൊതിച്ചുയരും. കുരുടനു കാഴ്ച, ചെകിടനു കേൾവിയും, ഊമരും മുടന്തരും കൊതിച്ചുയരും. ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ല മാറിയിടുമേ. ഉന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ല മാറിയിടുമേ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും. അല്ലൊരു നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ സ്വർഗീയ ശില്പിയെ നേരിൽ കാണും. അല്ലൊരു നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ വെണ്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ല മാറിയിടുമേ. ഉന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ല മാറിയിടുമേ. ഹല്ലേലൂയ.